അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ വലിയ ഭീകരമായ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും അതീവ കലുഷിതമായിരിക്കുന്നു. നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതിന് പുറമെ അനുവാദമില്ലാതെ ഹോർമൂസ് കടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വീണ്ടും ഇറാൻ ഒരു ചരക്ക് കപ്പൽ ആക്രമിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ആകെ വലിയ ആശങ്കകൾ തന്നെയാണ് നിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തും ആശങ്കയുണ്ട്. യുദ്ധത്തിന്റെ 12ാമത്തെ ദിവസം മുതൽ നമ്മളതിന്റെ പ്രതിഫലനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയതാണ്. പലയിടങ്ങളിൽ നിന്നും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഗൾഫിൽ പുറത്തു വരുന്നുണ്ട്. ഡ്രോണുകൾ പറന്നു വരുന്ന ദൃശ്യങ്ങൾ പല വാർത്താ മാധ്യമങ്ങളും പങ്കുവെക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ അമേരിക്ക ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. രാവിലെ പ്രതീക്ഷിച്ച പോലെ തന്നെ ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ആദ്യം ഇറാൻ റെഡിയടിച്ചു. കാരണം അവിടുത്തെ അമേരിക്കൻ താവളങ്ങളെയാണ് തകർക്കുന്നത്. തൊട്ടു പിന്നാലെ സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചു. ഇരു ഭാഗങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിലും കാര്യമായിട്ടുള്ള ആക്രമണം നടത്തി. UAE 69 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ബഹ്റൈനിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെയുള്ളവർക്കും ഖത്തറിലെ ആക്രമണത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. അതായത് സിവിലിയൻ മേഖലയിലുള്ളവർക്കും ഇതിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു നിലയ്ക്ക് ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ GCC രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലേക്കാണ് ഇറാൻ കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആയത്തുള്ള അലി ഖൊമൈനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചിട്ട് വീണ്ടും ആക്രമണങ്ങളും അതിന്റെ അടച്ചുപൂട്ടലും ഒക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് അമേരിക്ക ആക്രമണം വീണ്ടും ശക്തമാക്കുന്നതും ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണത്തിലേക്ക് കടന്നതും. US സൈന താവളങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആക്രമണങ്ങൾ എന്ന് പറയുമ്പോഴും ഈ ഡ്രോണുകളും മിസൈലുകളും ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലയിലേക്ക് തൊട്ടടുത്ത് പതിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ ആശങ്ക. പുറത്തു വരുന്ന വിവരങ്ങളും അങ്ങനെയാണ്. ഉഗ്ര ശബ്ദത്തോടുള്ള സ്ഫോടനങ്ങൾ, ഉയരുന്ന പുകച്ചുരുളുകൾ, ഇതൊക്കെ ജനവാസ മേഖലയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വീണ്ടും ഇറാൻ കടുപ്പിക്കുകയും കപ്പലുകൾ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുക്കുകയും അതുപോലെ കപ്പലുകൾ കടന്നു പോകാൻ ശ്രമിച്ച കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ കാര്യങ്ങൾ വീണ്ടും ഒരു 2-2.5 മാസത്തിന് മുമ്പത്തെ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഒരു പഴയ അവസ്ഥയിലേക്ക് വീണ്ടും മടങ്ങിപ്പോയിട്ടുണ്ട്. ഇത് ലോകരാജ്യങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധന ലഭ്യത കുറയ്ക്കും. നമുക്കറിയാമല്ലോ, 12ാമത്തെ ദിനം നമ്മൾ ഗ്യാസിന്റെ പ്രശ്നം തുടങ്ങിയതാണ്. വിലക്കയറ്റം ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടുള്ള അതേ ഒരു സാഹചര്യം തന്നെ ഒരുപക്ഷെ അതിലേറെ രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലും മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ഖത്തറിലെ ചില നേതാക്കളും ദൂതന്മാരുമൊക്കെ ഇറാനിൽ ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങൾ ഇറാനുമായി സംസാരിച്ച് ഒരു തീർപ്പുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. മുമ്പുണ്ടായിരുന്ന ആക്രമണങ്ങൾ ഒരു സ്വാഭാവിക പ്രത്യാക്രമണം, അതായത് ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കുന്നു, ആ ഒരു നിലയ്ക്കാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നടക്കുന്ന ആക്രമണം അതല്ല. എണ്ണ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ജനവാസ മേഖലകളെ ഒക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള വലിയ ഒരു നീക്കമായി അത് മാറിയിരിക്കുകയാണ്. ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്ന ഒരു വലിയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീതിദായകം. ഇത് പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതുന്നുണ്ടോ? പശ്ചിമേഷ്യ തിളയ്ക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളും തിളയ്ക്കും. അമേരിക്കയ്ക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കത്തിച്ചാൽ മാത്രം മതി. അവർ കത്തിക്കുക, അതായത് ലോകരാജ്യങ്ങൾ മുഴുവൻ നശിക്കുക. അവരുടെ ഉദ്ദേശം അതാണ്. അതായത് പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും നശിച്ചു കഴിഞ്ഞാലും ഇസ്രായേലും അമേരിക്കയും അവിടെ നിലനിൽക്കണം. അത്രേ ഉള്ളൂ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം അവർക്ക് പ്രവിശാലമായ ഒരു രാജ്യം ഉണ്ടാക്കാൻ ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റും. ഒരുപക്ഷെ നിലവിലുള്ള ഒരു അടയാളപ്പെടുത്തലുണ്ടല്ലോ, അതിന്റെ ഇരട്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇറാനിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഇറാന്റെ വിശാല രാജ്യത്തിന്റെ വലിപ്പം നമുക്ക് ഭൂപടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലെബനാൻ, അതുപോലെ ഗസ ഏകദേശം കഴിഞ്ഞു, പലസ്തീനും കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്, സമാധാനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. സ്വാഭാവികമായും ഇറാൻ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും ഓരോന്നോരോന്നായി അമേരിക്കയും ഇസ്രായേലും കൂടി തകർക്കും. അതിന്റെ തെളിവാണ് ഇറാൻ ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖിനെ അമേരിക്ക സഹായിച്ചു, ഇറാൻ അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവസാനം നടന്നില്ല. തുടക്കത്തിൽ കുറച്ച് വിജയിച്ചിരുന്നു, പക്ഷെ പിന്നീട് ഇറാൻ മുൻകൈ നേടി. പിന്നീട് യുദ്ധം ഒത്തുതീർപ്പുണ്ടായി, യുദ്ധം നിർത്തി, ഇറാഖ് നിർത്തി, ഇറാനും നിർത്തി. എന്നാൽ പിന്നീട് കണ്ട എന്താണ്? അവിടെ ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുന്നതാണ്. ആദ്യം ഇറാഖിനെ തീർത്തു, ഇനി ഇറാഖിനെ തീർത്ത നിലയ്ക്ക് ഇനി അടുത്ത് ഇറാനെ തീർക്കാനുള്ള ശ്രമമാണ്. ഇതാർക്കും മനസ്സിലാകുന്നിട്ടൊന്നും അല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ അത്യന്തം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകവും. Different angles.
Don't forget to subscribe and support this channel.